കമ്മിറ്റി റിപ്പോർട്ട് എന്തുകൊണ്ട് അവർ 5 വർഷം പിടിച്ചു നിർത്തിയെന്ന് തന്നെ ഒരു വലിയൊരു ചോദ്യമാണ്. ഇത്ര അത്യാവശ്യമായ ഒരു വിഷയം ശരിക്കും ഏർജൻസിയോടെ ജനങ്ങളുടെ മുമ്പിൽ ഇറക്കായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. എന്തായാലും നമ്മൾ ഇതുവരെ കണ്ട് വായിച്ച റിപ്പോർട്ടിൻ്റെ ശരിക്കും ഇംഗ്ലീഷിലൊരു വാക്കുണ്ടെങ്കിൽ ഡാമിംഗ് ആണ്. ഇത് നമ്മുടെ മലയാള സിനിമ ഇൻഡസ്ട്രി ഇത്ര മോശ സ്ഥിതിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു എന്ന്, മഹിളകൾക്ക് പ്രവർത്തിക്കാനുള്ള ഒരു അൺസേഫ് എൻവയറൺമെൻറ്റ് ഉണ്ടാക്കി അവർ നടത്തിയത് അത് വലിയൊരു സങ്കടം നിറഞ്ഞൊരു കാര്യമാണ്. നമ്മൾക്ക് ഒരു സംശയവുമില്ല ഇതിൽ ആവശ്യമുള്ള നിലപാടെടുക്കാൻ സർക്കാർ നല്ലോണം വൈകി. ഈ 5 വർഷം അവരൊന്നും ചെയ്യാതിരിക്കുന്നത് ക്ഷമിക്കാൻ സാധിക്കാത്ത ഒരു ഒമിഷനാണ്. പക്ഷെ അത് പോട്ടെ, ഇനി എന്തായാലും ഇപ്പോൾ റിപ്പോർട്ട് പബ്ലിക്കിലാണ്. ജനങ്ങൾ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കി ചർച്ച ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞു. ആൾക്കാർക്ക് വലിയ മാറ്റങ്ങൾ കാണണമെന്ന് നിർബന്ധമാണ്, എല്ലാവരുടെയും ആഗ്രഹമാണ്. അപ്പോൾ ഇതിൽ മുൻകൈ എടുത്തിട്ട് ചില ആക്ഷൻ ചെയ്യണം. ഞാൻ മനസ്സിലാക്കി മന്ത്രി പറഞ്ഞിരിക്കുന്നത് ഈ ജസ്റ്റിസ് ഹേമ കമ്മീഷൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്ത സ്ത്രീകൾ സർക്കാരിന് പരാതി തന്നിട്ടില്ല എന്ന്. അപ്പോൾ ഈ സർക്കാർ സ്ഥാപിച്ച കമ്മീഷനല്ലേ, അതിൻ്റെ ഒരു എവിഡൻഷ്യറി വാല്യൂ ഉണ്ടല്ലോ. അപ്പോൾ എനിക്ക് ഈ കോമെൻറ്റ് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. എന്തായാലും ജസ്റ്റിസ് ഹേമ കമ്മീഷൻ സർക്കാർ സ്ഥാപിച്ചൊരു കമ്മിറ്റിയായ കാരണം അവർ ചെയ്ത കൺക്ലൂഷൻസും റെക്കമെൻഡേഷൻസും ഗൗരവമായി എടുത്തിട്ട് നമുക്ക് മുന്നോട്ട് പോകണം. നമ്മുടെ മലയാളം ഫിലിം ഇൻഡസ്ട്രി ലോകം മുഴുവൻ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയാണ്, അഭിമാനിക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. നമ്മൾക്ക് പ്രസിദ്ധപ്പെട്ട പല മലയാളി ഡയറക്ടേഴ്സ്, അടൂർ ഗോപാലകൃഷ്ണനും MT വാസുദേവൻ നായരും, നമ്മുടെ എത്ര പേരുകളാണ്, ചെമ്മീൻ മുതൽക്ക് ഇന്നലെ വരെ നമ്മളുടെ എല്ലാവരുടെയും ശിവൻ കുടുംബത്തിൻ്റെ ആൾക്കാർ ഓരോരോ നോക്കുമ്പോൾ ഇത്ര പ്രസിദ്ധപ്പെട്ട പേരുകളുള്ള ക്ലാസിക് സിനിമകൾ ഉണ്ടാക്കിയ കേരള സിനിമയിൽ ഇങ്ങനെ ഒരു ദുഷ്പേര് കേൾക്കുന്നത് വലിയൊരു സങ്കട കാര്യമാണ്. ഇന്ത്യ മുഴുവൻ നമ്മൾ എവിടെ പോയാലും ഇതിനെക്കുറിച്ചായിരിക്കും ചർച്ച. എൻ്റെ ഒരു റിക്വസ്റ്റാണ്, അത് സർക്കാരിനൊരു ഉത്തരവാദിത്തമുണ്ട്, ഫിലിം ഇൻഡസ്ട്രിക്ക് സ്വയം ഒരു ഉത്തരവാദിത്തമുണ്ട്. ഈ ഒരു ക്ലീനപ്പ് ആക്ട് നടത്താൻ നല്ലോണം വൈകി. ഞങ്ങൾ മുമ്പേ പറഞ്ഞു, ഈ കാര്യത്തിൽ ഈ സ്ക്രീൻഷോട്ടിൻ്റെ വിഷയം വലിയ ബുദ്ധിമുട്ടില്ലാത്തൊരു കണ്ടുപിടുത്തമാണ് പോലീസ് ചെയ്യേണ്ടത്. എവിടെയാണ് ആദ്യം ഈ സ്ക്രീൻഷോട്ട് വന്നത്, അതിൻ്റെ ഫോറൻസിക്സ് പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും വേറെ വല്ലവിടെ നിന്നും എടുത്തതാണോ, അങ്ങനെയാണെങ്കിൽ എവിടെ നിന്ന് എടുത്തത്, അതോ ഇതായിരുന്നു ഒറിജിനേറ്റർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒരു സംശയവുമില്ല ഏത് ഗ്രൂപ്പ്സിലൊക്കെയാണ് ആദ്യം കണ്ടത്. അപ്പോൾ അങ്ങനെ ചെയ്ത ആൾക്കാരുടെ എതിരെ നിലപാടെടുക്കണമെന്ന് ഒരു സംശയമില്ല. അവരോട് പാർട്ടിയുടെ അകത്ത് തന്നെ ഒരു ഡിസിപ്ലിനറി ആക്ഷൻ ആവശ്യമുണ്ടെങ്കിൽ എടുക്കണം. കാരണം ഇങ്ങനെയുള്ള രാഷ്ട്രീയം നമ്മൾക്ക് ആർക്കും വേണ്ട, ഭാരതത്തിലും വേണ്ട, കേരളത്തിലും വേണ്ട, മുസ്ലിംസിനും വേണ്ട, കോൺഗ്രസ്സുകാരോ കമ്മ്യൂണിസ്റ്റുകാർക്കോ വേണ്ട. ഇത് ഇങ്ങനെ ഒരു കള്ളം ചെയ്തിട്ട് പ്രത്യേകിച്ച് ഇപ്പോൾ AI കാലമാണ്, ഇനി എന്തൊക്കെ കള്ളം വരാൻ പോകുന്നത് ആർക്കും അറിയില്ല. ഇതിനെ വേഗം ഒരു ഫോറൻസിക് ഇൻവെസ്റ്റിഗേഷൻ ചെയ്തിട്ട് എവിടെയാണ് ആദ്യം കണ്ടത് ആ പോസ്റ്റിനെ എടുത്തിട്ട് ആ ഫോണിൽ സ്റ്റഡി ചെയ്താൽ മതി. ഉടനെ കണ്ടുപിടിക്കുമ്പോൾ എവിടെ നിന്നാണ് വന്നിരിക്കണത്. എന്നിട്ട് അതിനെയും ആ ഫോണിനെ എടുത്തിട്ട് അതിന് മുമ്പിൽ എവിടെയാണ് വന്നിരിക്കണം നോക്കിക്കഴിഞ്ഞാൽ അഫ്കോഴ്സ് ഇത്ര കാലം കഴിഞ്ഞ ശേഷം വല്ല ഡിസ്ട്രക്ഷനോ എവിഡൻസ് ഉണ്ടാവുമോ, അവരവരുടെ ഫോണിനെ കളയോ ഒന്നും അറിയില്ല. പക്ഷേ ഇതിനെക്കുറിച്ച് പോലീസ് ഉടനെ ആക്ഷൻ എടുക്കണം. കാരണം ഇത് നമ്മുടെ രാഷ്ട്രീയത്തിന് മഹാമോശമാണ്.